നമസ്കാരം. ബിഗിനേഴ്സ് ഗൈഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ബിഗിനേഴ്സ് ഗൈഡിൻ്റെ എപ്പിസോഡിൽ ഒരു മോഡൽ പോർട്ട്ഫോളിയോനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. മാർക്കറ്റ് ഇത്രയും കയറി നിൽക്കുന്ന ഈ ഒരു ടൈമിൽ ഏത് സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള പല ഡൗട്ട്സും പലർക്കും ഉണ്ട്. അപ്പോൾ 2021 നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കുറച്ച് സ്റ്റോക്സ് അടങ്ങിയ ഒരു പോർട്ട്ഫോളിയോ ആണ് ഞങ്ങൾ ഈ എപ്പിസോഡിൽ സജസ്റ്റ് ചെയ്യുന്നത്. 2020 നമുക്ക് എല്ലാവർക്കും ഒരു പരീക്ഷണ കാലഘട്ടമായിരുന്നു. അപ്പം COVID-19 കാരണം നമുക്ക് എല്ലാവർക്കും നമ്മളുടെ ഫ്രീ മൂവ്മെൻറ്റ് നഷ്ടപ്പെടുകയും ലോക്ക്ഡൗണും കർഫ്യൂസും കാരണം എക്കണോമിക് സ്ലോ ഡൗൺ വന്ന ഒരു വർഷമാണ് 2020 എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. എല്ലായിടത്തും പ്രശ്നങ്ങളും ദുരിതങ്ങളും മാത്രമുള്ള ഒരു വർഷമായിരുന്നു നമുക്ക് 2020 എന്ന് പറയുന്നത്. പക്ഷേ 2021 കിടക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു പുതിയ ഹോപ്പിലാണ്. ബിക്കോസ് വാക്സിൻ വരുന്നു. അപ്പോൾ ആളുകളെല്ലാവരും തിരിച്ചൊരു നോർമൽ ലൈഫിലേക്ക് വരും. അതുപോലെ തന്നെ എക്കോണമിയും ഒരു നോർമൽസിയിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പോൾ ഈ എക്കോണമി നോർമൽസിയിലേക്ക് വരുമ്പോൾ ഏതൊക്കെ സ്റ്റോക്സാണ് അതുകൊണ്ട് ബെനിഫിറ്റ് ആവുന്നത്, അപ്പോൾ ഏതൊക്കെ സ്റ്റോക്സാണ് നിങ്ങൾക്ക് ഈ ഒരു എക്കോണമി ബെനിഫിറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഏത് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നിങ്ങൾക്കും അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ പറ്റുന്നത്, എങ്ങനെ ഒരു മോഡൽ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ തിരഞ്ഞെടുത്ത കുറച്ച് സ്റ്റോക്കുകൾ ഉപയോഗിച്ചൊരു മോഡൽ പോർട്ട്ഫോളിയോ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മോഡൽ പോർട്ട്ഫോളിയോയിൽ ഞങ്ങൾ ആദ്യം തിരഞ്ഞെടുത്തിരിക്കുന്ന സ്റ്റോക്ക് ഇൻഫോസിസ് ലിമിറ്റഡ് ആണ്. ഇൻഫോസിസ് ലിമിറ്റഡ് ഗ്ലോബൽ ലീഡറാണ് ഇൻ നെക്സ്റ്റ് ജനറേഷൻ ഡിജിറ്റൽ സർവീസസ് ആൻഡ് കൺസൾട്ടിങ്ങിൽ ലീഡറാണ്. ഇൻഫോസിസ് ലിമിറ്റഡ് എല്ലാവർക്കും അറിയാം, ലാർജ് ക്യാപ് ഫ്രണ്ട് ലൈൻ സ്റ്റോക്കാണ്. ഇനിയുള്ളൊരു 2021 നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു സെക്ടറാണ് IT സെക്ടർ. അപ്പോൾ IT സെക്ടറിൽ ഞങ്ങൾ ഏറ്റവും മേജർ സ്റ്റോക്കായ ഇൻഫോസിസ് തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് തിരഞ്ഞെടുക്കാൻ നിർദ്ദേശിക്കുന്നത്. അപ്പം IT സ്റ്റോക്കിൽ നിങ്ങൾക്ക് 8% വെയിറ്റേജ് കൊടുത്തിട്ട് നിങ്ങൾ എത്ര എമൗണ്ടാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ 8% വെയിറ്റേജ് നിങ്ങൾ ഇൻഫോസിസിൽ കൊടുക്കാം. അപ്പോൾ ഇൻഫോസിസ് ആണ് ആദ്യം ഞങ്ങൾ നിർദ്ദേശിക്കുന്ന സ്റ്റോക്ക്. അടുത്ത നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് ആണ്. ഇന്ത്യൻ കൺസ്യൂമർ ഗുഡ്സ് സെഗ്മെൻറ്റിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് HUL. അപ്പം നമ്മൾ ഈ ഒരു നമ്മളൊരു നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരുമ്പം ഏറ്റവും കൂടുതൽ ആളുകളുടെ കൺസംഷൻ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കമ്പനിയും HUL തന്നെയായിരിക്കും. സോ അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക്. അടുത്ത നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് ഭാരതി എയർടെൽ ലിമിറ്റഡ് ആണ്. ഭാരതി എയർടെൽ ലിമിറ്റഡ് കഴിഞ്ഞ മാർക്കറ്റിൻ്റെ റാലിയിൽ പങ്കെടുക്കാതിരുന്ന ഒരു സ്റ്റോക്കാണ്. അതായത് പ്രത്യേകിച്ച് ആ സ്റ്റോക്കിൽ ഒരു ബെനിഫിറ്റും ഇൻവെസ്റ്റേഴ്സിന് കിട്ടിയിട്ടില്ല. ബിക്കോസ് കമ്പനി ആക്ച്വലി കുറച്ചൊരു അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു. പക്ഷേ ഇപ്പം കമ്പനിയുടെ ഇഷ്യൂസൊക്കെ മാറി വന്ന് പെർഫോം ചെയ്യാൻ തുടങ്ങുകയാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു കോവിഡ് പാൻഡമിക്കിലൂടെ നമ്മൾ കടന്നുപോയ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകളും ഓൺലൈൻ ആൻഡ് ഡിജിറ്റലിലോട്ട് മാറിയത് കാരണം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് IT ടെലികമ്മ്യൂണിക്കേഷൻ സെഗ്മെൻറ്റ്സ് ആണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സ്റ്റോക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഭാരതി എയർടെൽ ആൻഡ് HUL നിങ്ങൾക്ക് ഇതേപോലെ തന്നെ 8% വെയിറ്റേജ് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോൻ്റെ 8% വെയിറ്റേജ് ഈ രണ്ട് സ്റ്റോക്സിലും കൊടുക്കാം. അടുത്ത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. റിലയൻസ് ഇൻഡസ്ട്രീസിന് 9% വെയിറ്റേജ് ആണ് നമ്മൾ പോർട്ട്ഫോളിയോയിൽ സജസ്റ്റ് ചെയ്യുന്നത്. റിലയൻസ് എല്ലാവർക്കും അറിയുന്ന സ്റ്റോക്കാണ്. ഇപ്പോൾ ജിയോൻ്റെ ഡിജിറ്റൽ പ്ലേയും അതുപോലെ തന്നെ അവരുടെ റീറ്റെയിൽ എൻട്രിയും റിലയൻസിൻ്റെ റീറ്റെയിൽ എൻട്രിയും ഒക്കെ വരുന്നത് കാരണം എപ്പോഴത്തെയും പോലെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് റിലയൻസ്. അപ്പോൾ റിലയൻസ് നിങ്ങളുടെ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്താം.
അടുത്ത സജസ്റ്റ് ചെയ്യുന്നത് LNT ലിമിറ്റഡ് ആണ്, ലാർസൻ ആൻഡ് ടൂബ്രോ ലിമിറ്റഡ്. LNT കഴിഞ്ഞ മാർക്കറ്റ് റാലിയിൽ ഏറ്റവും അവസാനം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തുടങ്ങിയ ഒരു സ്റ്റോക്കാണ്. മെയിൻലി അത് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്ക് ആണെങ്കിലും അതിനിപ്പം ഡിഫൻസിൽ ഹൈ ബെറ്റ് എടുത്തിട്ടുണ്ട് LNT. അതുപോലെ തന്നെ അവർക്ക് നല്ല ഓർഡേഴ്സും ഡിഫൻസിൽ കിട്ടുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇനിയുള്ള ഒരു നോർമൽസിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങും വളരെയധികം കൂടും. അപ്പോൾ രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിലും LNTക്ക് ഭയങ്കര നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് 2021 ആൻഡ് ഫോർ കമ്മിങ് ഇയേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ LNT ആണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന അടുത്ത സ്റ്റോക്ക്. അതിലും നിങ്ങൾക്ക് 8% വെയിറ്റേജ് കൊടുക്കാവുന്നതാണ്. അടുത്ത സജസ്റ്റ് ചെയ്യുന്നത് ICICI ബാങ്ക് ആണ്. ബാങ്കിങ് സെക്ടറിൽ ഒരിക്കലും പെർഫോം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മാർക്കറ്റ് അല്ലെങ്കിൽ എക്കോണമി ഒരു റിക്കവറിയിലോട്ട് വരുമ്പം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നതും ബാങ്കിങ് സെക്ടർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കിങ് സെക്ടറിൽ പ്രത്യേകിച്ച് ICICI സെലക്ട് ചെയ്യാൻ കാരണം അതിൻ്റെ വാല്യുവേഷൻ ഇപ്പം ഭയങ്കര റീസണബിൾ ആണ്. പിന്നെ നമ്മളൊരു ഫ്രണ്ട് ലൈൻ സ്റ്റോക്ക് തന്നെയാണ് ബാങ്കിങ് സെക്ടറിൽ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ICICI നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ICICIയിലും നിങ്ങൾക്ക് 8% വെയിറ്റേജ് കൊടുത്ത് എടുക്കാവുന്നതാണ്. അടുത്ത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് CDSL ലിമിറ്റഡ് ആണ്. CDSL ലിമിറ്റഡ് സജസ്റ്റ് ചെയ്യാൻ കാരണം ഏറ്റവും കൂടുതൽ ഡിമാറ്റ് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്തൊരു ടൈം കൂടിയാണിത്. 90,000 അക്കൗണ്ട്സ് ആണ് പെർ മന്ത് ഓപ്പൺ ചെയ്തിരുന്നത് മുന്നേയൊക്കെ. പക്ഷേ ഇപ്പോൾ അത് 10 to 11 lakh അക്കൗണ്ട്സ് ആണ് പെർ മന്ത് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ മാർജിൻസ് കീപ്പ് ചെയ്യാനുള്ള ബ്രോക്കേഴ്സിന് ഇപ്പം ക്ലയൻസിൻ്റെ മാർജിൻ കീപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം അത് CDSLനെ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ കമ്മീഷൻസ് ആൻഡ് മാർജിൻസ് ഒക്കെ വളരെയധികം ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ബെനിഫിറ്റ് CDSLന് എന്തായാലും വരും ഇയേഴ്സിൽ കിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോമിസിങ് ആയിട്ടുള്ളൊരു സ്റ്റോക്ക് കൂടിയാണ് CDSL. അപ്പം അതും നിങ്ങൾക്ക് ഒരു 9% വെയിറ്റേജ് പോർട്ട്ഫോളിയോയിൽ കൊടുത്ത് എടുക്കാവുന്നതാണ്. അടുത്ത സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് HDFC ലൈഫ് ഇൻഷുറൻസ് ആണ്. ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക് ബ്രേക്ക് ഈവൺ ആവണമെങ്കിൽ ഇത്ര നമ്പർ ഓഫ് പോളിസീസ് വേണം എന്നുള്ളൊരു കാറ്റഗറി ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഏറ്റവും ആദ്യം അച്ചീവ് ചെയ്തൊരു കമ്പനിയും കൂടിയാണ് HDFC ലൈഫ് ഇൻഷുറൻസ്. പിന്നെ വാല്യുവേഷനും റീസണബിൾ ആണ്. അതുപോലെ തന്നെ ലോങ് ടേമിനാണെങ്കിലും മീഡിയം ടേമിനാണെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് HDFC ലൈഫ് ഇൻഷുറൻസ്. അപ്പോൾ അതുകൊണ്ടാണ് അത് സജസ്റ്റ് ചെയ്യുന്നത്. 8% ആണ് അതിന് നിങ്ങൾ കൊടുക്കേണ്ട വെയിറ്റേജ്. അടുത്ത സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് അദാനി ഗ്യാസ് ലിമിറ്റഡ് ആണ്. ഗവൺമെൻറ് ഇപ്പം സിറ്റി ഗ്യാസ് അല്ലെങ്കിൽ പൈപ്പ് ലൈൻ ഗ്യാസിൻ്റെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നൊരു ടൈമാണ്. അപ്പോൾ അതിൻ്റെ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊരു കമ്പനിയാണ് അദാനി ഗ്യാസ് ലിമിറ്റഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രോമിസിങ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. അതുപോലെ അവരുടെ 50% സ്റ്റേക്ക് അവർ ഫ്രാൻസിലെ ടോട്ടൽ എന്ന് പറഞ്ഞൊരു എനർജി കമ്പനിയിൽ സ്റ്റേക്ക് കൊടുത്തിട്ടുണ്ട്. 50% സ്റ്റേക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നോളജി ലെവലും എല്ലാം തന്നെയും വേറൊരു ലെവലിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും പ്രോമിസിങ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ് അദാനി ഗ്യാസ് ലിമിറ്റഡ്. അതിലും നിങ്ങൾക്ക് 8% വെയിറ്റേജ് കൊടുത്ത് എടുക്കാവുന്നതാണ്. അടുത്തത് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ആണ്. ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നൊരു ടൈമാണ്. റെഡ്ഡീസ് ലബോറട്ടറീസ് നോക്കുകയാണെങ്കിൽ അവരുടെ ഭയങ്കര സ്ട്രോങ് R&Dയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനിയുള്ള കമ്മിങ് ഇയേഴ്സിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി കൂടിയായിരിക്കും ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്. പിന്നെ അതൊരു സേഫർ ബെറ്റും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പോർട്ട്ഫോളിയോയിൽ അത് ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കുന്നത്. 8% ആണ് അതിന് ഞങ്ങൾ കൊടുക്കുന്ന വെയിറ്റേജ്. അടുത്ത സജസ്റ്റ് ചെയ്യുന്നത് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ആണ്. ഫെവിക്കോൾ പോലുള്ള അഡസീവ്സ് ആണ് അവരുടെ മെയിൻ ബിസിനസ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി അവർ ആ ഒരു സെഗ്മെൻറ്റിൽ മാർക്കറ്റ് ലീഡറാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു അമേരിക്കൻ റൈവൽ കമ്പനിയായ അറാൾഡൈറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇന്ത്യൻ ബിസിനസ് എക്സ്പാൻഷനും അവരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ ഈ ഒരു സെഗ്മെൻറ്റിൽ മൊണോപ്പൊളി എൻജോയ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്ന ഇനി വരുന്ന ഒരു ഇയേഴ്സിൽ
ഈ ഒരു സെഗ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് ഏറ്റവും കൂടുതൽ പ്രോമിസിങ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. നിങ്ങൾക്ക് 9% വെയിറ്റേജ് കൊടുത്ത് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എടുക്കാവുന്നതാണ്. അടുത്ത് സജസ്റ്റ് ചെയ്യുന്നത്, ലാസ്റ്റായിട്ട് പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ഒരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. CPSE ETF എന്ന് പറഞ്ഞൊരു 12 സ്റ്റേറ്റ് ഓൺഡ് ഗവൺമെൻറ് കമ്പനീസ് അടങ്ങിയ ഒരു ഫണ്ടാണിത്. അപ്പോൾ ഈ ഫണ്ട് ഗവൺമെൻറ് കമ്പനീസ് എല്ലാം തന്നെ നിങ്ങൾക്കറിയാം, സ്റ്റോക്സ് എല്ലാം തന്നെ അണ്ടർ പെർഫോമിങ് ആൻഡ് വളരെ ലോ വാല്യുവേഷനിലുമാണുള്ളത്. ഗവൺമെൻറ് ആണെങ്കിൽ അവരുടെ ഗവൺമെൻറ് കമ്പനീസിൻ്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി പ്രൈവറ്റ് ഓണർഷിപ്പ് കൂട്ടാനായിട്ടുള്ള കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന കുറച്ച് കമ്പനീസ് അടങ്ങിയ ഒരു ഫണ്ടാണിത്. അപ്പോൾ ഈ ഫണ്ടും കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ 9% വെയിറ്റേജ് കൊടുത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പം 11 സ്റ്റോക്സ് പ്ലസ് 1 ETF അടങ്ങിയതാണ് ഞങ്ങളുടെ മോഡൽ 2021 പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ ബിഗിനേഴ്സ് ഗൈഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട്, ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അവരുടെ എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്ത് ഈ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു മോഡൽ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് വരും ഇയേഴ്സിൽ കിട്ടും. അപ്പോൾ എല്ലാവരും തന്നെ ഈ സ്റ്റോക്സിനെ കുറിച്ച് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കൂടെ ഒരു സ്റ്റഡി നടത്തുക. അതെപ്പോഴും നല്ലതാണ്. സോ അപ്പം അതും കൂടെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഒരു മോഡൽ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതിനെ റിലേറ്റഡ് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.